ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. മനുഷ്യന് പിടികൊടുത്ത ദൈവകണം. 2012 ജൂലൈ 4 യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ ജനീവയിലെ ആസ്ഥാന മന്ദിരം. ഒരു പറ്റം ശാസ്ത്ര പ്രതിഭകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് സേണിൻ്റെ ഡയറക്ടർ ജനറലായ റോൾഫ് ഫ്യൂവർ എന്ന ശാസ്ത്രജ്ഞൻ അവിടേക്ക് വന്നു. ഒരു പുഞ്ചിരിയോടെ സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, അവസാനം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഹിഗ്സ് ബോസോണിനെ. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ശാസ്ത്ര അന്വേഷണത്തിലെ സുപ്രധാന വഴിത്തിരിവ്. പ്രപഞ്ചം എന്ന മഹാസമസ്യയുടെ ജനനത്തെയും നിലനിൽപ്പിനെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് ശക്തമായ തെളിവേകിയ ഈ നേട്ടം കണികാ ഭൗതിക ശാസ്ത്രത്തിലും നിർണായക വഴിത്തിരിവായി, അതായത് ന്യൂക്ലിയർ ഫിസിക്സിൽ. പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് പിണ്ഡം അഥവാ മാസ് എന്ന സവിശേഷ ഗുണം നൽകുന്ന അടിസ്ഥാന കണമാണ് ഹിഗ്സ് ബോസോൺ. കല്ല് കല്ലായും ഇരുമ്പ് കട്ടയായും മനുഷ്യനായും കാണപ്പെടുന്നതിന് പിന്നിലെ സൂത്രധാരൻ, ഭാരകണം എന്നും നമുക്കതിനെ വിളിക്കാം. ഒരു വസ്തുവിൻ്റെ പിണ്ഡം ഗുരുത്വാകർഷണ ബലവുമായി ചേരുമ്പോഴാണ് അതിന് ഭാരം അഥവാ വെയിറ്റ് ഉണ്ടാകുന്നത്. വസ്തുക്കൾക്ക് പിണ്ഡം നൽകുന്ന ഫോഴ്സ് കാരിയേഴ്സ് അഥവാ ഊർജ കണങ്ങളാണ് ഹിഗ്സ് ബോസോണുകൾ. ഹിഗ്സ് ബോസോൺ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഭൗതികശാസ്ത്രത്തിലെ സുപ്രധാന സിദ്ധാന്തമായ സ്റ്റാൻഡേർഡ് മോഡലിനെ കൂടി മനസ്സിലാക്കണം. പ്രപഞ്ച നിർമ്മിതിക്ക് കാരണമായ അടിസ്ഥാന കണങ്ങളെയും പ്രപഞ്ചത്തിലെ ബലങ്ങളെയും വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് അത്. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് 12 അടിസ്ഥാന കണങ്ങളാണ് ഉള്ളത്. പ്രപഞ്ച നിർമ്മിതിയുടെ സമയത്ത് ഉണ്ടായവയാണ് ഇത്. ഈ കണങ്ങളിൽ ഒന്നാണ് ഹിഗ്സ് ബോസോൺ. ഇത് ഒഴികെയുള്ള എല്ലാത്തിനെക്കുറിച്ചും നേരത്തെ തെളിവുകൾ കിട്ടിയിരുന്നു. 1940കളിൽ സ്റ്റാൻഡേർഡ് മോഡൽ രൂപം കൊണ്ടു. ഹിഗ്സ് ബോസോണിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് പീറ്റർ ഹിഗ്സ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അത് 1964. ഹിഗ്സ് ബോസോൺ ഇല്ലെങ്കിൽ ദ്രവ്യത്തിന് പിണ്ഡമില്ല. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ നട്ടെല്ലാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയാം. ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ, പൂർണ്ണമായും തെളിയിക്കാനാവാത്ത സിദ്ധാന്തങ്ങൾ, ഇനിയും പിടിതരാത്ത ചില അടിസ്ഥാന കണികകൾ. കണികാ പരീക്ഷണമെന്ന മഹത്തായ യജ്ഞം ആരംഭിക്കുമ്പോൾ ശാസ്ത്രലോകത്തിൻ്റെ ലക്ഷ്യം ഇവയൊക്കെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പ്രപഞ്ചം ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ആ നിമിഷത്തിലേക്ക് സഞ്ചരിക്കുക. ഇതിനായി സ്വിറ്റ്സർലൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണികാ പരീക്ഷണശാലയായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥാപിച്ചു. ഇതൊരു തുരങ്കമാണ്. ഇതിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ഒളിഞ്ഞിരുന്ന ഹിഗ്സ് ബോസോൺ എന്ന കണികയെ പുറത്തെത്തിച്ചത്. 2008 സെപ്റ്റംബർ 10 ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ പരീക്ഷണം ആരംഭിച്ചു. പ്രകാശവേഗത്തിനടുത്തുള്ള വേഗത്തിൽ അത്യുന്നത ഊർജ നിലയിലുള്ള പ്രോട്ടോണുകളെ വിപരീത ദിശയിൽ പായിച്ച് കൂട്ടിയിടിപ്പിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത്. ഇടയ്ക്ക് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായെങ്കിലും 2010 ആയപ്പോഴേക്കും പരീക്ഷണശാല തുടർച്ചയായി പ്രവർത്തിക്കാൻ തുടങ്ങി. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെ അറ്റ്ലസ് എന്നും DMS എന്നും പേരുള്ള 2 ഡിറ്റക്ടറുകളിലായിരുന്നു ഹിഗ്സ് ബോസോൺ പരീക്ഷണം. പ്രോട്ടോണുകളെ 7 ടെറാ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജ നിലയിൽ ഓടിക്കാൻ തക്ക രീതിയിലാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ രൂപകൽപ്പന. അതായത് പ്രോട്ടോണുകൾ കൂട്ടിയിടിക്കുമ്പോഴുള്ള ആകെ ഊർജ്ജ നില 14 ടെറാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. പരീക്ഷണങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞർ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. കണ്ടെത്തേണ്ട ഹിഗ്സ് ബോസോണിൻ്റെ പിണ്ഡം അഥവാ മാസ് 160 മുതൽ 180 വരെയുള്ള ജിഗാ ഇലക്ട്രോൺ വോൾട്ടിനിടയിലായിരിക്കണം. ഊർജത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ഓടുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ഊർജ്ജ നിലയാണ് ഇത്. ഐൻസ്റ്റീൻ്റെ പ്രശസ്ത സമവാക്യം ഉപയോഗിച്ച് പിണ്ഡത്തെ, അതായത് മാസിനെ ഊർജം രൂപത്തിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹിഗ്സ് ബോസോണിൻ്റെ പിണ്ഡം ജിഗാ ഇലക്ട്രോൺ വോൾട്ടിൽ പറയുന്നത്. 2011 അവസാനത്തോടെ 7 ടെറാ ഇലക്ട്രോൺ വോൾട്ടിൽ കൂട്ടിയിടിച്ച ഏകദേശം 400 ട്രില്യൺ കൂട്ടിയിടികളുടെ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ പരിശോധിച്ചു. അതിൽ നിന്ന് ലഭിച്ച സൂചന ഇതായിരുന്നു: 125 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ഭാരമുള്ള ഏതോ കണങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട്.
എന്നാൽ ഈ വിവരം ശാസ്ത്രജ്ഞർ നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിധിക്കുള്ളിൽ വരാത്തതിനാൽ ഹിഗ്സ് ബോസോണിനെ തേടിയുള്ള പരീക്ഷണങ്ങൾ വീണ്ടും തുടർന്നു. 2012 ഏപ്രിൽ 5 മുതൽ ജൂൺ 18 വരെയുള്ള ദിവസങ്ങളിലെ വിവരങ്ങളാണ് പിന്നീട് ശാസ്ത്രജ്ഞർ പരിശോധിച്ചത്. 8 ടെറാ ഇലക്ട്രോ വോൾട്ട് ഊർജ്ജ നിലയിൽ നടന്ന ഏകദേശം 500 ട്രില്യൺ കൂട്ടിമുട്ടലുകളുടെ വിവരങ്ങൾ അവർ ഒത്തുനോക്കി. ശാസ്ത്രലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകളോട് ഏകദേശം അടുത്തു വരുന്ന ഒരു കണം അതിൽ നിന്നും അവർ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് 2012 ജൂലൈ 4 ലോകം കേൾക്കാൻ കൊതിച്ച ആ വാർത്ത സേണിൽ നിന്നും പുറത്തു വന്നത്. സ്റ്റാൻഡേർഡ് മോഡൽ പൂർത്തീകരിക്കാൻ കഴിവുള്ള ഒരു ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്ത്? അതായിരുന്നു വലിയ ചോദ്യം. പരീക്ഷണശാലയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ മുഴുവൻ വിശകലനം ചെയ്ത് കണ്ടെത്തിയ കണം ഹിഗ്സ് ബോസോൺ തന്നെ എന്ന് ഉറപ്പിക്കണം. അങ്ങനെ വന്നാൽ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന പ്രപഞ്ച മാതൃകയുടെ ഒരു ഭാഗം പൂർത്തിയാകും. അങ്ങനെ വന്നാൽ ശാസ്ത്രലോകത്തിന് പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് കടക്കുകയുമാവാം. ഇനി കണ്ടെത്തിയ കണം ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ഈ അധ്യായം പൂർണ്ണമാകില്ല. വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കണം, തൃപ്തികരമായ ഉത്തരം കിട്ടുന്നതുവരെ. ഹിഗ്സ് ബോസോൺ എന്ന കണത്തിന് ദൈവകണം എന്ന പേര് കിട്ടിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. നൊബേൽ ജേതാവായ ലിയോൺ ലീഡർമാൻ എന്ന ഗവേഷകരാണ് ഇതിൻ്റെ പിന്നിൽ. ഹിഗ്സ് ബോസോണിനെ കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന കാലം. അക്കാലത്ത്, അതായത് 1993 ലീഡർമാൻ ഈ മാന്ത്രിക കണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. കണ്ടുപിടിക്കാനും വിശദീകരിക്കാനും ഏറെ വിഷമമുള്ള ഹിഗ്സ് ബോസോണിനെ കുറിച്ചുള്ള പുസ്തകത്തിന് ഗോഡാം പാർട്ടിക്കിൾ എന്ന് പേരിടാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതായത് നാശം പിടിച്ച കണം എന്നർത്ഥം. പുസ്തകത്തിൻ്റെ എഡിറ്റർ ഈ പേര് മാറ്റി ഗോഡ് പാർട്ടിക്കിൾ എന്നാക്കി. അങ്ങനെ ഹിഗ്സ് ബോസോൺ ദൈവകണമായി. കണികാ ഭൗതികശാസ്ത്രം അനുസരിച്ച് പ്രപഞ്ചത്തിലെ ദ്രവ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ചില അടിസ്ഥാന കണങ്ങളും അവയെ തമ്മിൽ ചേർത്തിരിക്കുന്ന ഊർജ്ജ രൂപങ്ങളും കൊണ്ടാണല്ലോ. ഈ അടിസ്ഥാന കണങ്ങളുടെ സ്വഭാവ സവിശേഷതകളും അവ എങ്ങനെ ഊർജ്ജ കണങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതും വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ. പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സിദ്ധാന്തവും ഇതുതന്നെയാണ്. സ്റ്റാൻഡേർഡ് മോഡലിൽ പറയുന്ന മിക്ക അടിസ്ഥാന കണങ്ങളെയും 1960 ശേഷം കണ്ടെത്തി. എന്നാൽ ദ്രവ്യത്തിന് പിണ്ഡം എന്ന സവിശേഷ ഗുണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1964 പീറ്റർ ഹിഗ്സ് എന്ന ശാസ്ത്രജ്ഞനും മറ്റ് 2 ഗവേഷക സംഘവും പുതിയൊരു വിശദീകരണവുമായി വന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വസ്തുക്കൾക്ക് പിണ്ഡം നൽകുന്നത് എന്നായിരുന്നു ആ കണ്ടെത്തൽ. ഹിഗ്സ് മണ്ഡലത്തിൽ വെച്ച് ഹിഗ്സ് ബോസോൺ കണങ്ങൾ വസ്തുക്കളുമായി പ്രവർത്തിച്ചാണ് അവയ്ക്ക് പിണ്ഡം നൽകുന്നത്. പീറ്റർ ഹിഗ്സിൻ്റെ പേരിൽ നിന്നും ഹിഗ്സ് ബോസോണിന് ആ പേര് ലഭിച്ചു. ഈ കണങ്ങൾ വസ്തുക്കളുമായി പ്രവർത്തിച്ച് അവയ്ക്ക് പിണ്ഡം നൽകുന്ന പ്രക്രിയ ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്നത് ഫിലിപ്പ് വാറൈൻ ആൻഡേഴ്സൺ എന്ന ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അത് 1962. ഇതുപയോഗിച്ച് ഹിഗ്സും കൂട്ടരും പിണ്ഡം എന്ന പ്രതിഭാസത്തെ കൂടുതൽ വിശദീകരിച്ചു. കണങ്ങളുടെ പ്രത്യേകതയായ ഇലക്ട്രിക് ചാർജ്, സ്പിൻ എന്നിവയൊന്നുമില്ലാത്ത ആയുസ് തീരെ കുറഞ്ഞ ഒരു കണമാണ് ഹിഗ്സ് ബോസോൺ. ബോസോൺ എന്ന കുടുംബത്തിലെ അംഗം. അത്ര എളുപ്പത്തിലൊന്നും പിടിതരാത്ത ഇവയെ സൃഷ്ടിക്കണമെങ്കിൽ ഭാരമുള്ള സബ് ആറ്റമിക് കണങ്ങളെ ഉയർന്ന ഊർജ്ജ നിലയിൽ കൂട്ടിയിടിപ്പിക്കണം. അപ്പോൾ ഹിഗ്സ് ബോസോൺ ഉണ്ടായാൽ തന്നെ സെക്കൻഡിൻ്റെ വളരെ കുറഞ്ഞ സമയം മാത്രം ആയുസുള്ള അവയെ കണ്ടെത്തുക ശ്രമകരമാണ്. ഹിഗ്സ് ബോസോണിന് ശോഷണം സംഭവിക്കുന്നതിൻ്റെ തെളിവുകൾ കൂട്ടിവെച്ചാണ് ഇതിൻ്റെ സാന്നിധ്യം തെളിയിക്കുന്നത്. വ്യത്യസ്ത ഊർജ്ജ നിലകളിലുള്ള പലതരം ഹിഗ്സ് ബോസോണുകൾ ഉണ്ടാകാമെന്ന് ചില തിയറികൾ പറയുന്നു. എന്തായാലും ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തി എന്നത് തന്നെയാണ് 2012 ജൂലൈയിൽ സോൺ അധികൃതർ പുറത്തുവിട്ട വിവരം. സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഒരു ഭാഗം ഇതോടെ പൂർണ്ണമാകും. ഹിഗ്സ് ബോസോൺ എന്ന പേരും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഹിഗ്സ് ബോസോൺ എന്ന പേര് ഈ കണത്തിന് വരാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ പങ്കാണ് ഹിഗ്സ് എന്ന ആദ്യ പേര്. ബോസോൺ എന്ന പേര് വരാൻ കാരണം ഭാരതീയനായ സത്യനാഥ ബോസ് എന്ന ശാസ്ത്ര പ്രതിഭയുടെ സ്മരണാർത്ഥമാണ് ബോസോൺ എന്ന് അതിന് പേരിട്ടത്. അങ്ങനെയാണ് ശാസ്ത്ര ചരിത്രത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനോടൊപ്പം നിൽക്കുന്ന ഒരു ജീനിയസിൻ്റെ പേര് അതിനോടൊപ്പം ചേർന്ന് വന്നത്. 1894 ജനുവരി 1 കൽക്കട്ടയിലായിരുന്നു സത്യേന്ദ്രനാഥ് ബോസ് ജനിച്ചത്. ചെറുപ്പത്തിലെ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ മിടുമിടുക്കനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രസിഡൻസി കോളേജിൽ നിന്ന് ഫിസിക്സ് ബിരുദം നേടി. 1915 റെക്കോർഡ് മാർക്കോടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. പിന്നെ ബോസ് പോയത് ധാക്ക യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഗവേഷണമായിരുന്നു അവിടെ ലക്ഷ്യം. ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടക്കുന്ന കാലമായിരുന്നു അത്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികത സിദ്ധാന്തവും ക്വാണ്ടം മെക്കാനിക്സും പിറന്നു വീണിട്ട് അധികകാലം ആയിട്ടില്ല. തൻ്റെ ഗവേഷണത്തിന് ബോസ് ഈ മേഖലകൾ തന്നെ തിരഞ്ഞെടുത്തു.
കുറച്ച് നാളുകൾക്ക് ശേഷം ബ്ലാങ്ക്സ് ക്വാണ്ടം റേഡിയേഷൻ ലോ എന്നൊരു പഠന പ്രബന്ധം തയ്യാറാക്കിയ ബോസ് അത് പരിശോധിക്കാനായി ഒരാൾക്ക് അയച്ചു കൊടുത്തു, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീന്. പ്രബന്ധം കണ്ട ഐൻസ്റ്റീൻ അമ്പരന്ന് പോയി. ക്വാണ്ടം സിദ്ധാന്തത്തിന് നേരെയുള്ള വിമർശനം ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ തെളിവുകളായിരുന്നു അതിൽ. യൂറോപ്പിലേക്കുള്ള ബോസിന്റെ പറക്കലിനുള്ള പാസ്പോർട്ടായി മാറി ആ പ്രബന്ധം. 1924 ഈ സംഭവം. യൂറോപ്പിലെത്തിയ സത്യേന്ദ്രനാഥ ബോസ് ഐൻസ്റ്റീനോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഒട്ടേറെ കണ്ടെത്തലുകൾ അവർ ചേർന്ന് നടത്തി. ഇതാണ് പിന്നീട് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് നിയമങ്ങൾ അനുസരിക്കുന്ന കണങ്ങളെക്കുറിച്ച് പിന്നീട് ശാസ്ത്രം കണ്ടെത്തലുകൾ നടത്തി. ഇവയെ ബോസിന്റെ പേര് ചേർത്ത് ബോസോണുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. പോൾ ഡിറാക് എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു ആ പേര് നൽകിയത്. ബോസും ഐൻസ്റ്റീനും ഒരു പ്രവചനവും നടത്തിയിരുന്നു. ബോസോണുകളെ തണുപ്പിച്ച് കൊണ്ടുവന്നാൽ ദ്രവ്യത്തിന്റെ പുതിയ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസറ്റ് എന്ന അവസ്ഥയിലേക്ക് എത്താം. ഈ പ്രവചനം ശരിയാണെന്ന് 1995 ഒരു കൂട്ടം അമേരിക്കൻ ശാസ്ത്രജ്ഞർ തെളിയിക്കുകയും ചെയ്തു. 2001 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ഇവർക്ക് ലഭിച്ചു. സത്യേന്ദ്രനാഥ ബോസിന്റെ ഗവേഷണം വിജയകരമായി മുന്നോട്ട് നീങ്ങി. ആ ഇടയ്ക്ക് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുടെ ഒഴിവുണ്ടെന്നറിഞ്ഞ ബോസ് അപേക്ഷ കൊടുത്തു. ബോസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഐൻസ്റ്റീൻ യൂണിവേഴ്സിറ്റിക്ക് എഴുതി, സത്യേന്ദ്രനാഥിനേക്കാൾ മിടുക്കനായ ഒരാളെ നിങ്ങൾക്ക് കിട്ടില്ല. ഈ പോസ്റ്റിന് അർഹൻ ഇദ്ദേഹം മാത്രമാണ്. അങ്ങനെ 1926 സത്യേന്ദ്രനാഥ ബോസ് ധാക്കയിലേക്ക് തിരിച്ചു വന്നു. പിന്നെയും ഗവേഷണങ്ങൾ തുടർന്നു. ഭൗതിക ശാസ്ത്രത്തിലെ ഈ ഇന്ത്യൻ അത്ഭുതത്തിന് 1954 ഭാരതം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 1974 ഫെബ്രുവരി 4 ഈ പ്രതിഭ അന്തരിച്ചു. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.